കർണാടകയിലേക്ക് പ്രവേശിക്കാൻ കോവിഡ് നെഗറ്റീവ് RT-PCR ഫലം വേണമെന്ന ഉത്തരവ് കർശനമാക്കി കർണാടക. യാത്ര പാതിവഴിയിൽ മുടങ്ങി യാത്രക്കാർ. മൂലഹള്ളി ചെക്ക് പോസ്റ്റിൽ കർണാടക അധികൃതർ വാഹനങ്ങൾ തടഞ്ഞ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ തിരിച്ചയക്കുന്നു. ബാവലിയിലും തോൽപ്പെട്ടിയിലും ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കി. RT-PCR പരിശോധനാ സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കി. കർണാടകയിലേക്ക് പ്രവേശിക്കാൻ 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന കർണാടക സർക്കാരിന്റെ ഉത്തരവ് കർശനമാക്കിയത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. ഉത്തരവറിയാതെ മൂലഹള്ളി അതിർത്തിയിലെത്തുന്നവർ യാത്ര പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. ആന്റിജൻ ടെസ്റ്റ് റിസൾട്ടുമായി എത്തുന്നവരെയും തിരിച്ചയക്കുകയാണ്. ഇതോടെ പലരും കർണാടക അധികൃതരുടെ കനിവിനായി മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന കാഴ്ചയും ഇവിടെ കാണാം. ഇന്നും ഇത്തരത്തിൽ നിരവധി ആളുകളാണ് അതിർത്തിയിൽ മണിക്കൂറുകളോളം കുടുങ്ങിയത്. RT-PCR ടെസ്റ്റിനുള്ള സൗകര്യം അതിർത്തിയിൽ ഇല്ലാത്തതും യാത്രക്കാർക്ക് വിനയാകുന്നു. RT-PCR ടെസ്റ്റിന് വൻതുക ചെലവ് വരുന്നതും സാധാരണക്കാരായ യാത്രക്കാരെ വലയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കല്ലൂരിലെ ബോർഡർ ഫെസിലിറ്റേഷൻ സെന്ററിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ബസ്സുകൾ പോകുന്നതിനും കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലെ ഗുഡ്സ് വെഹിക്കിൾ പോകുന്നതിനും കുഴപ്പമില്ല. ഇപ്പം കണ്ടമാനം വണ്ടികൾ ഇപ്പം ഇവിടെ നിൽക്കുകയാണ്. അവർക്ക് ഒരു അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം സർക്കാർ ഇടപെട്ട് ഇതിൽ ചെയ്യുന്നതാണ് ഉചിതം. വയനാട് വിഷൻ, ബത്തേരി.